രാമജന്മഭൂമിയിൽ ഒരു വീട് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ. പുണ്യഭൂമിയിൽ വസ്തു വാങ്ങി ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ. മുംബൈ ആസ്ഥാനമായുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി ദ ഹൌസ് ഓഫ് അഭിനന്ദൻ ലോധയുടെ അയോധ്യയിലെ ദി സരയുവിലാണ് ബച്ചൻ ഭൂമി വാങ്ങിയത്. ഇവിടെ ഏകദേശം 10,000 ചതുരശ്ര അടിയിൽ 14.5 കോടി രൂപ വിലയിൽ വീട് നിർമ്മിക്കുമെന്നാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായ വൃത്തങ്ങൾ നൽകുന്ന വിവരം. 51 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ദ സരയു. ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്ന നഗരമാണ് അയോധ്യ എന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞിരുന്നു. ഇവിടെ സരയുവിന്റെ മണ്ണിൽ ഹൌസ് ഓഫ് അഭിനന്ദൻ ലോധയ്ക്കൊപ്പം യാത്ര ആരംഭിക്കുകയാണ്. കാലാതീതമായ ആത്മീയതയും സാംസ്കാരിക സമ്പന്നതയും അയോധ്യയുടെ മുഖമുദ്രയാണ്. ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കപ്പുറത്തുള്ള വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അയോധ്യയുടെ ആത്മാവിലേക്കുള്ള ഹൃദയസ്പർശിയായ യാത്രയുടെ തുടക്കമാണിത്. പാരമ്പര്യവും ആധുനികതയും സമന്വയിച്ച് ആഴത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു വൈകാരിക രേഖ സൃഷ്ടിക്കാൻ അയോധ്യയ്ക്ക് കഴിയുന്നു. ആത്മീയത തേടി ആഗോളതലത്തിൽ നിന്ന് വരെ കോടിക്കണക്കിന് പേരെത്തുന്ന ഈ പുണ്യഭൂമിയിൽ വസ്തു വാങ്ങാൻ തീവ്ര ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കരാറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ HOABL തയ്യാറായില്ല. ഏകദേശം 14.5 കോടി വിലമതിക്കുന്ന സ്ഥലമാണിത് എന്നാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അയോധ്യയിലെ പ്രോജക്റ്റിൽ അദ്ദേഹം നടത്തിയ നിക്ഷേപം നഗരത്തിന്റെ സാമ്പത്തിക ശേഷിയിലുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ചെയർമാൻ അഭിനന്ദൻ ലോധ പറഞ്ഞു. ലീല പാലസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നിവയുടെ പങ്കാളിത്തത്തോടെയുള്ള പഞ്ചനക്ഷത്ര പാലസ് ഹോട്ടലും ഉൾപ്പെടുന്ന ഡെവലപ്മെന്റ് പ്രോജക്റ്റിലാണ് ബച്ചൻ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. അമിതാഭ് ബച്ചന്റെ ജന്മസ്ഥലമായ പ്രയാഗ്രാജിൽ നിന്ന് അയോധ്യയിലേക്ക് 4 മണിക്കൂർ ദൂരമാണ് യാത്ര ചെയ്യേണ്ടത്. ജനുവരി 22-നാണ് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്നത്. അതേസമയം രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ കർമ്മത്തിനായി അയോധ്യ ഒരുങ്ങുന്നതിനിടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ പ്രദേശത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വൻ കുതിപ്പുണ്ടായതായി റിപ്പോർട്ട്. നഗരത്തിലെ വസ്തുവകകളുടെ വിലയിൽ പല മടങ്ങ് വർധനയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടായത്. ഉത്തർപ്രദേശിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വളർച്ചയുടെ കാര്യത്തിൽ ഇപ്പോൾ അയോധ്യ മുൻപന്തിയിലാണ്. 4 വർഷങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്ന ഈ കുതിച്ചുചാട്ടം ദീർഘകാലം മാന്യമില്ലാതെ തുടരുമെന്നും പ്രോപ്പർട്ടി മാർക്കറ്റ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രാജ്യത്തിനകത്തും പുറത്തും നിന്നുമുള്ള ധാരാളം നിക്ഷേപകരാണ് അയോധ്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപത്തിന് താൽപര്യം പ്രകടിപ്പിക്കുന്നത്. വൻകിട കെട്ടിട നിർമ്മാതാക്കളും അയോധ്യയിൽ റെസിഡൻഷ്യൽ പദ്ധതികൾക്കായി തുകകൾ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇതിന്റെ എല്ലാം ഫലമായി പല വസ്തുക്കൾക്കും നിലവിലെ മൂല്യം 5 വർഷം മുൻപ് ഉണ്ടായിരുന്നതിന്റെ വിലമതിപ്പിന്റെ ഏതാണ്ട് 10 ഇരട്ടിയായി ഉയരുന്ന സാഹചര്യവുമുണ്ട്. കുറച്ചു വർഷത്തിനുള്ളിൽ നഗരത്തിൽ ധാരാളം ടൌൺഷിപ്പുകളും സ്വകാര്യ ഹോട്ടലുകളും പ്രവർത്തനം ആരംഭിക്കും. 2023 ഏപ്രിലിനും നവംബറിനും ഇടയിൽ അയോധ്യയിൽ ഏതാണ്ട് 30,000 വിൽപ്പന കരാറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 80% ഭൂമി ഇടപാടുകളിൽ നിന്നാണ്. അയോധ്യ നഗരത്തിലെ ശരാശരി ഭൂമി വിലയും 4 വർഷം കൊണ്ട് ഗണ്യമായി വർദ്ധിച്ചു. രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മാത്രമല്ല അയോധ്യയുടെ പ്രാന്തപ്രദേശങ്ങളിലും ഭൂമിയുടെ വിലയിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. 2031 ആകുമ്പോഴേക്കും നഗരത്തിന്റെ ജനസംഖ്യയിൽ വർധന ഉണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു. മുതിർന്ന പൌരന്മാർ അയോധ്യയിൽ രണ്ടാമതൊരു വീട് കൂടി വാങ്ങും എന്നതാണ് ഡെവലപ്പർമാരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.